ബഹുമാനപ്പെട്ട മുഹയ്യിസുന്ന പൊന്മള ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. പൊന്മള ഉസ്താദിനെ ഇപ്പൊ ഔലിയാക്കളോട് ദേഷ്യാണ്, ശൈഖന്മാരോട് ദേഷ്യാണ്. പൊന്മള ഉസ്താദ് 824 ശേഷം തെർബിയത്തിന്റെ മശായിഖുമാരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പൊന്മള ഉസ്താദ് വഹാബിയാണ് എന്ന് പറയാൻ തെരുവിൽ വരുന്ന ഇജാതി കൗമിന് വണ്ടിക്കൂലിയും കസാരയും കൊടുക്കുന്ന ചേളാരിക്കാരോടൊരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. ഇത് നിങ്ങളുടെ പ്രസിദ്ധീകരണമാണ്. SKSSF ഇറക്കിയ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ്. ഈ പ്രസിദ്ധീകരണത്തിൽ ഒരു ലേഖനമുണ്ട്. ലേഖനം ചില്ലറക്കാരൻ്റെതല്ല. ആരുടേതാണ് ലേഖനം? നിങ്ങളുടെ സമസ്തയുടെ സെക്രട്ടറിയായി കുറെ കാലം കേരളത്തിൽ വർക്ക് ചെയ്ത സാക്ഷാൽ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ തന്നെ എഴുതാൻ. എന്താണ് എഴുതുന്നത്? ത്വരീഖത്തിന്റെ ശൈഖാണെന്ന് പറഞ്ഞ് ആരെങ്കിലും പ്രത്യക്ഷപ്പെട്ടാൽ അവനെ വെറുതെ വിടാൻ പാടില്ല. അവനെ നിങ്ങൾ നന്നായി പരിശോധിക്കണം. എങ്ങനെയാണ് പരിശോധിക്കേണ്ടത്? ഫിഖ്ഹിന്റെ ത്വഹാറത്തിന്റെ അധ്യായം മുതൽ അവസാനം വരെയുള്ള എല്ലാ സംശയങ്ങളും അവനോട് നിങ്ങൾ ചോദിക്കുക. എന്നിട്ടവൻ ശരിയായ ഉത്തരം നൽകിയാൽ മാത്രം അവനെ അംഗീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയുക. അവൻ മനുഷ്യരൂപത്തിലുള്ള പിശാചാണ് എന്ന് നിങ്ങൾ എഴുതി. അവിടെ കഴിഞ്ഞിട്ടില്ല. ഇനിയും കേട്ടോളൂ സഹോദരന്മാരെ. ആരെയും വെറുക്കാത്ത ഹൃദയശുദ്ധി. തൊടാൻ പാടില്ല എന്ന് പറയുമ്പോത്തിന് ആൾക്കാരെ തെരുവിൽ ചീത്ത പറയാൻ ഇറക്കി വിടലല്ല, പിന്നെ എതിർത്തവരോടും വെറുപ്പില്ലാത്ത ഹൃദയം, പിന്നെ ഒരൊറ്റ ശത്രുവും ഇല്ലാതിരിക്കുക. അവരോട് ആർക്കെങ്കിലും ശത്രുത ഉണ്ടെങ്കിലും അവർക്കാരോടും ശത്രുത ഉണ്ടാവില്ല. എന്നാൽ ഇന്നത്തെ ശൈഖന്മാരൊക്കെ ആരെങ്കിലും അങ്ങോട്ട് തൊടണ്ട പോണ്ടെന്ന് പറഞ്ഞാല് അവരാണോ അടുത്ത ഇലക്ഷനിൽ മത്സരിക്കാൻ നിൽക്കണമെന്ന് തോന്നിപ്പോ. ആദ്യം വാളെടുത്ത് വെളിച്ചപ്പാടാകലാണ്. ഇനിയും നിങ്ങൾ നോക്ക്. അതുപോലെ ഇതൊക്കെ ഷർത്തുകൾ വിശദീകരിച്ചിട്ട് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ പറയാൻ ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയില് രണ്ടഭിപ്രായമുണ്ട്. എന്താണ് രണ്ടഭിപ്രായം? മേൽപ്പറഞ്ഞ നിബന്ധനകൾ ഒത്തിണങ്ങിയ ശൈഖുമാർ ഇന്നുണ്ടോ? ത്വരീഖത്തിന്റെ കിതാബുകൾ പരിശോധിച്ചാൽ അത്തരക്കാരില്ലെന്ന് കാണുന്നു. ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് ത്വരീഖത്തിന്റെ മശായിഖുമാരില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പൊന്മള ഉസ്താദ് ഔലിയാക്കെതിരാണ്, ഉസ്താദ് വഹാബിയാണ് എന്ന് പറഞ്ഞ് പ്രസംഗിക്കാൻ, വൃത്തികേട് പറയാൻ വരുന്ന ഏമാന്മാർക്ക് സ്റ്റേജ് കെട്ടിക്കൊടുക്കുന്ന ചേളാരികളെ, നിങ്ങളുടെ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാര് നിങ്ങളുടെ ഔദ്യോഗിക പുസ്തകത്തിൽ എഴുതി വെച്ചതാണിത്. ഒരഭിപ്രായം അങ്ങനത്തെ ശൈഖന്മാരില്ല എന്നാൽ അങ്ങനെ കൂട്ടിക്കോളൂ പൊന്മള ഉസ്താദിന്റെ അഭിപ്രായത്തെ. എന്നാൽ വേറൊരഭിപ്രായം. അതെന്താണ്? മറ്റു ചില കിതാബുകളിൽ പറയുന്നത് ഉണ്ടെങ്കിലും ലൈലത്തുൽ ഖദ്ർ പോലെയാണെന്നാണ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ തൃശൂരിലെ ഉലമാ സമ്മേളനത്തിൽ പറഞ്ഞത് ആ അഭിപ്രായമാണെന്ന് കൂട്ടിക്കോളൂ. പക്ഷേ നിങ്ങൾക്ക് ശൈഖും ത്വരീഖത്തും പടച്ചോനും പരലോകമൊന്നല്ല, പുറത്താക്കിയ ദേശം തീർക്കലാണ്. അത് മുഹള്ളോനൊക്കെ തിരിയണ കേസുമാണ്. സുഹൃത്തുക്കളെ, ഇനി നിങ്ങൾ നോക്ക്. ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് ശൈഖും മുരീദും എന്നത് ചിരട്ട കൊണ്ട് ചോറ് വെച്ച് കളിക്കുന്ന പരിപാടിയാന്ന് പറഞ്ഞിട്ട് ഉസ്താദിനെ തെറി പറയുന്നത് കേൾക്കാനല്ലേ ചേളാരികളെ നിങ്ങൾ സ്റ്റേജ് കെട്ടിക്കൊടുക്കലേ? എന്നാൽ കേട്ടോളൂ, നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ പറയുന്ന ഇബ്നു അതാഉള്ള പറയാൻ അത്തരം ശൈഖന്മാർ ഇന്നുണ്ട്. ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ അവരുടെ പ്രവർത്തനം കൊണ്ടാണ്. ഈ ലോകം ഒരു ജഡവും എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ പറയാൻ എന്താണ് പറയുന്നത്? പക്ഷേ മുരീദാകാനും കൂടി അർഹതയില്ലാത്തവർ ശൈഖാണെന്ന് പറഞ്ഞു നടക്കുന്നു. അവർ പരസ്യം ചെയ്യുന്നു. പരസ്യം ചെയ്യാൻ യാത്ര എടുത്ത ഇന്ന സ്ഥലത്തൊരു ശൈഖുണ്ട്, അയാൾ ഭയങ്കരാണ്, അയാൾ മഹാനാണ്, അയാൾ ആനയാണ്, ചേമ്പാണ്, കുറുന്തോട്ടിയാണ് എന്ന് പറയാൻ മൂല്യം മാറ്റിയാളെ മൈക്കിയും കെട്ടി പറഞ്ഞേക്കുക. ഇങ്ങനെയുള്ള ആളുകൾ ഓലാണെങ്കിലോ മുരീദാകാൻ പോലും യോഗ്യതല്ലാത്തോലാണ്. അങ്ങനത്തെ ആളുകൾ ഉണ്ട്. ആ അർഹതയില്ലാതെ ആളുകൾ സ്ഥാനം ലഭിക്കാനാണ് ഈ പരിപാടി. കുട്ടികൾ കേട്ടോളൂ, പൊന്മള ഉസ്താദ് പ്രയോഗിച്ച ഇബാറത്തിന്റെ മറ്റൊരു ശൈലിയിൽ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ പണ്ഡിതന്മാരുടെ ഇബാറത്ത് ധരിച്ചുകൊണ്ട് അതാ പറയുന്നു, കുട്ടികൾ പുരകെട്ടിയും ചോറുണ്ടാക്കിയും കളിക്കുന്നത് പോലെ ഈ മഹത്തായ ത്വരീഖത്ത് പ്രസ്ഥാനം കൊണ്ട് ഇവരും കളിക്കുന്നു. മനസ്സിലായില്ലേ?
ഇതന്നെ പൊന്മുൾ ഉസ്താദ് പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ പേരിൽ ആ പൊന്മുൾ ഉസ്താദിനെ വഹാബിയാക്കാൻ നടക്കുന്നത്. ഇനിയും കേട്ടോളൂ മുസ്ലിമീങ്ങളെ, സത്യസന്ധമായി നിങ്ങൾ എഴുതി വെക്കുകയാണ്. എസ്കക്കാര, നിന്റെ പ്രസിദ്ധീകരണത്തില് നിന്റെ സെക്രട്ടറി ആയിരുന്ന ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ എഴുതുകയാണ്. എന്താണ് എഴുതുന്നത്? ഒരു ശൈഖിന്റെ മരണാനന്തരം തന്റെ മകൻ എത്ര പിഴച്ചവനും അനർഹനുമാവട്ടെ ബാപ്പയുടെ സ്ഥാനമേൽക്കുന്നു. അവനിൽ നിന്ന് തുടർച്ചയും ബർക്കത്തും ഖിലാഫത്തുമെല്ലാം ജനങ്ങൾ വാങ്ങുന്നു. ആലുവ വൈക്കൊക്കെ പോയാൽ അറിയാം, ശൈഖ് മരിച്ചാല് മകനാണോ ഖലീഫയാകേണ്ടത്, മൂത്താപ്പിയാണോ ആകേണ്ടത്, അമ്മോശനാണോ ആകേണ്ടത് എന്ന് അടക്കം പറയുന്ന ത്വരീഖത്തുകാർ ഇത് ബാപ്പാന്റെ മുതലോരിച്ചെടുക്കുന്ന മാതിരി എടുക്കണ ഏർപ്പാടാക്കുക. എന്നിട്ട് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ പറയാൻ എന്താണ് പറയുന്നത്? ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ പറയാണ്, നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ പറയാണ്, ഹിജ്റ 824 തെർബിയത്ത് ബന്ധാക്കപ്പെട്ടിട്ടുണ്ട്, ക്ലോസ്ഡ്. എങ്ങനെ? ഹിജ്റ 824 അതാ ത്വരീഖത്ത് ക്ലോസ്ഡ്, അത് ബന്ധാക്കപ്പെട്ടിട്ടുണ്ട്. കാലം വളരെ എന്താണ് ബന്ധാക്കപ്പെടാനുള്ള കാരണം? കാലം വളരെ മോശമായതിനാലും ഉസ്താദുമാര് പറഞ്ഞ ഹലാലായ ഭക്ഷണമല്ല എന്നുള്ളത് ഈ മാനാക്കാന്ന് കൂട്ടിക്കോളി. കാലം വളരെ മോശമായതിനാലും കള്ള ശൈഖുമാർ പ്രവർത്തിക്കുന്നതിനാലും യഥാർത്ഥ ത്വരീഖത്തിന്റെ ശൈഖുമാർ പ്രവർത്തനവും തർബിയത്തും നിർത്തിയിട്ടുണ്ട്. എങ്ങനെ? ഇനി ഉണ്ട്, ശൈഖുമാരുണ്ട് എന്ന അഭിപ്രായം വെച്ചാലും ഇല്ല എന്ന അഭിപ്രായം വെച്ചാലും തർബിയത്ത് കൊടുക്കണ ഏർപ്പാടില്ല. ഇതാണ് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ പറയുന്നത്. അതൊക്കെ ക്ലോസ്ഡ് ആണ്, റൂമൊക്കെ ഫുള്ളാണ്. ഇനി ആർക്കും അത് കൊടുക്കണ പരിപാടില്ല. എന്തേ? കള്ള ശൈഖുമാര് വലസാണ്. ഇനി കേട്ടോളൂ സഹോദരന്മാരെ, കള്ള ശൈഖുമാർ പ്രവർത്തിക്കുന്നതിനാലും യഥാർത്ഥ ത്വരീഖത്തിന്റെ ശൈഖുമാർ പ്രവർത്തനവും തർബിയത്തും നിർത്തിയിട്ടുണ്ട്. അത്തരം മഹാന്മാരെ കണ്ടുമുട്ടുന്നവർക്ക് തബറുക്കിന്റെയും തൗബയുടെയും ബൈഅത്തും ദിക്റിന്റെ സമ്മതവുമല്ലാതെ തർബിയത്ത് ലഭിക്കുന്നില്ല, അവർ ഏറ്റെടുക്കുന്നുമില്ല. ഈ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ നിങ്ങളുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിൽ എഴുതി വെച്ച ഈ ആശയത്തിൽ നിന്ന് ഏത് ആശയമാണ് അതിനേക്കാളും കൂടുതൽ പൊന്മുൾ ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്? ആ പൊന്മുൾ ഉസ്താദ് വഹാബിയാണ് എന്ന് പറയാൻ സ്റ്റേജ് കെട്ടിക്കൊടുത്ത് കസാലിട്ട് കൊടുക്കുമ്പോ ഇതൊക്കെ ഒന്ന് മുഖ്കൊണ്ട് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇനിയും ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, ഞാൻ ഇതൊക്കെ പറയുന്നത് ഏതായാലും ഞമ്മക്കിപ്പം മുറബിയായ ശൈഖിനെയൊന്നും കാണാനില്ല. ഞാൻ ഇങ്ങനെ ആലോചിച്ചു നോക്കി, ഭീമാപള്ളിയിൽ ഈ മൂല്യമാര് സിയാറത്തേറ്റ് പോകാൻ എല്ലായിടത്തോലും പറയുന്നുണ്ട് മുറബിയായ ശൈഖന്മാരുണ്ട്. എന്നാ പിന്നെ ആ ശൈഖിന്റെ ഫോൺ നമ്പർ ഒന്ന് തന്നാൽ ഞമ്മക്കൊക്കെ അങ്ങോട്ട് വണ്ടിയേരി കൂടെ. നിങ്ങൾ അതും കൂടി പറയും, ഇന്നാലിന്ന ഫുലാനാണ് ഞങ്ങളെ മുറബിയായ ശൈഖ് എന്ന് പറയും. അതും കൂടിയാണ് പറഞ്ഞ സമസ്ത വിട്ടിക്കണം എന്ന് പറഞ്ഞതിന്റെ മായന അപ്പണ് ക്ലിയർ ആയിക്കോളും. മനസ്സിലായില്ലേ? അതും കൂടിയാണ് പറയും. പക്ഷേ